വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എം മുകുന്ദൻ എഴുതിയിരിക്കുന്ന പ്രവാസം എന്ന നോവലാണ്. പ്രവാസം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിൻ്റെ വില 480 രൂപയാണ്. ഇതിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. ഇത് 2008 ഇറങ്ങിയ പുസ്തകമാണ്. ഇത് നമ്മൾ വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. നമുക്ക് ദൈവത്തിൻ്റെ വികൃതികളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് നമ്മുടെ ഫാനായതാണ് എം മുകുന്ദൻ്റെ. പക്ഷേ ഈ കേരളത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ എക്കണോമിയും ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു നോവലാണ് പ്രവാസം. ഈ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പ്രവാസികളാണ്. പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് പ്രവാസം എന്ന് പറയുന്നത്. അത് കുടുംബം, സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ഒരുവിധം എല്ലാ സ്ത്രീകളും പ്രവാസികളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതാണ് അവരുടെ ജീവിതം, അതാണ് പിന്നീട് അവരുടെ നാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത്. പിന്നെ ഇതിനകത്ത് പഠിക്കാനായിട്ടായാലും ജോലിക്കായിട്ടായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രവാസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പേരക്കുട്ടികളെ നോക്കാനായിട്ട് ഇപ്പോൾ അച്ഛനമ്മമാരും പ്രവാസികളാവുന്നുണ്ട് ഇല്ലേ. വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഒരിക്കലും പ്ലെയിൻ കയറാത്ത ആൾക്കാർ വരെ പ്ലെയിൻ കയറിപ്പോയി കുട്ടികളെ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരും പ്രവാസികളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് പോലെ എല്ലാവരും പ്രവാസികളാണ്. അപ്പോൾ ഈ പ്രവാസം എന്ന് പറഞ്ഞ നോവല് ഒരുപാട് തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ്. ഈ കഥ ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, അപ്പോൾ ബീരാൻകുട്ടിയുടെ കഥ പറയുന്നത് 1921 മാപ്പിള കലാപത്തിൽ സ്വന്തം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അച്ഛനും ഒക്കെ വെട്ടേറ്റ് വീഴുന്നതൊക്കെ കണ്ടിട്ട് അവിടുന്ന് അദ്ദേഹം ബർമയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഏകദേശം പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രവാസി ബീരാൻകുട്ടിയാണ്. അപ്പോൾ ബീരാൻകുട്ടി അവിടെ ചെന്ന് ചിച്ചോനെ ചിച്ചോ എന്നാണ് കല്യാണം കഴിച്ചു. പിന്നീട് പറയുന്ന കഥയാണ് 1930കളിലാണ് കൊറ്റിയത്ത് കുമാരൻ കഥ തുടങ്ങുന്നത്. കൊറ്റിയത്ത് കുമാരനിലൂടെയാണ്. കൊറ്റിയത്ത് കുമാരനാണ് ബർമയിലേക്ക് പോകണം എന്ന് പറയുന്നത്. കൊറ്റിയത്ത് കുമാരൻ എന്ന് പറഞ്ഞാൽ കൊറ്റിയത്ത് ചോയ്ക്കുട്ടി അച്ഛൻ്റെ മകനാണ്. അവരും നല്ലൊരു തറവാടും നല്ല ആസ്തിയൊക്കെ ഉള്ള ഒരു തറവാടാണ്. അപ്പോൾ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഈ ചോയ്ക്കുട്ടി അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കുമാരന് പ്രത്യേകിച്ച് ഒന്നുമില്ല, നാട് കാണണം എന്നുള്ള ഒരു രീതിയിലാണ് കൊറ്റിയത്ത് കുമാരൻ പോകുന്നത്. അങ്ങനെ കൊറ്റിയത്ത് കുമാരൻ ബർമയിലേക്ക് പോവുകയും അങ്ങനെ ബീരാൻകുട്ടിയായിട്ട് പരിചയപ്പെടുകയും ചെയ്യുന്നതാണ്. അയാളുടെ മകളായ കദീശയെ കല്യാണം കഴിക്കുന്നുണ്ട്. കദീശയെ കല്യാണം കഴിക്കുമ്പോൾ കദീശയ്ക്ക് വേറെ ആരുമില്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കുന്നതാണ്. ശരിക്കും കുറ്റിയത്ത് കുമാരൻ ഇവിടുന്ന് പോകുമ്പോൾ കല്യാണിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞൊരു ഭാര്യയുണ്ട്. അവർക്ക് ഗിരി എന്ന് പറഞ്ഞൊരു മകനുണ്ട്. ഗിരിക്ക് അന്നൊരു 1.5-2 വയസ്സ് നടന്നു തുടങ്ങിയ പ്രായമാണ്. പിന്നെ കൊറ്റിയത്ത് കുമാരൻ തിരിച്ചു വരുന്നത് ഗിരി 16 വയസ്സ്, അതായത് 16 കൊല്ലം കഴിഞ്ഞ് ഗിരി കോളേജിൽ എത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ തലമുറകളുടെ കഥ പറഞ്ഞത്. അപ്പോൾ ഈ തലമുറയുടെ കഥ പറയുന്നത് ഇപ്പോൾ കൊറ്റിയത്ത് ചോയ്ക്കുട്ടിയച്ഛൻ തൊട്ട് കൊറ്റിയത്ത് രാഹുൽ വരെയുണ്ട്. അതായത് കൊറ്റിയത്ത് ചോയ്ക്കുട്ടിയച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകൻ കുമാരൻ, അത് കഴിഞ്ഞ് ഗിരിയുടെ മകൻ അശോകൻ്റെ മകൻ രാഹുൽ. ആ രാഹുലിനോട് അഥവാ ചോയ്ക്കുട്ടിയച്ഛനിൽ തുടങ്ങിയിട്ട് ഈ കൊറ്റിയത്ത് രാഹുലിലാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന എല്ലാവരും പ്രവാസികളായിട്ടുള്ള ഒരാൾക്കാരാണ്. പിന്നെ ഇതിനകത്ത് ഈ കല്യാണിക്കുട്ടിയമ്മ, ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൊറ്റിയത്ത് കുമാരൻ പോയി എന്നിട്ട് അവിടെ കദീശയെ കല്യാണം കഴിച്ചു എന്നുള്ളത് നാട്ടിൽ അറിയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് എം മുകുന്ദൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് മൂക്കും ഇതും തന്നിരിക്കുന്നത് മണം പിടിക്കാൻ വേണ്ടി മാത്രമല്ല, ഭർത്താവിന് വേറൊരു കാമുകി ഉണ്ടോ എന്നറിയാനും കൂടിയിട്ടാണ്. അപ്പോൾ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് അറിയാം അവിടെ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കല്യാണിക്കുട്ടിയമ്മ കുമാരൻ തിരിച്ചു വരുമ്പോൾ ഒരിക്കൽ പോലും സ്വീകരിക്കുന്നില്ല. സ്വന്തം ബെഡ്റൂമിലേക്ക് അവിടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും സമ്മതിക്കില്ല, ആട്ടി അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവരുടെ. പ്രവാസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെ ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് കൊറ്റിയത്ത് ഗിരി, അതായത് കുമാരൻ്റെ മകൻ ഗിരി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ, അപ്പോൾ അതായത് നമ്മളുടെ 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയൊക്കെ വന്നപ്പോൾ അതിൽ MLA ആയിട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു മെയിൻ കഥാപാത്രമാണ് കൊറ്റിയത്ത് ഗിരി. അപ്പോൾ കൊറ്റിയത്ത് ഗിരി സഖാവായിട്ട് നടക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ മുതിർന്ന നേതാക്കൾ പറയുകയാണ്, നീ
ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു കേസിൽ പെട്ടിട്ട് അവനെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീധരൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എള്ളോത്ത് ശ്രീധരൻ്റെ വീട്ടിലേക്ക് ഒളിവിൽ താമസിക്കാൻ പോകും. അപ്പോൾ അത് മാഹിയിലാണ് ആ വീടുള്ളത്. അപ്പോൾ മാഹി എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ കേരളത്തിലുള്ള പോലീസിന് മാഹിയിലുള്ള അവിടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ മാഹിയിൽ പോയി നിന്നു. അങ്ങനെ ഈ കൊറ്റിയത്തെ ഗിരി അവിടെ താമസിക്കുകയും ഈ MLA ആയതിനു ശേഷം അയാളുടെ ഏറ്റവും വലിയ പ്രണയമാണ് സുനന്ദ എന്ന് പറഞ്ഞത്. അതായത് 12 വയസ്സിന് മൂത്ത സുനന്ദയാണ് ഇയാൾ പ്രേമിക്കുന്നത്. അങ്ങനെ MLA ആയതിനു ശേഷം വന്ന് സുനന്ദയോട് കാര്യം പറയുകയും അങ്ങനെ അപ്പോൾ സുനന്ദയുടെ സഹോദരനായ ശ്രീധരനെയും ഗിരിയും ഒരുപോലെയാണ് സുനന്ദ കണ്ടിരിക്കുന്നത്. സുനന്ദയ്ക്ക് അങ്ങനെ പ്രണയമൊന്നുമില്ല. അവന് അസുഖം വരുമ്പോൾ ശ്രീധരനെ നോക്കാൻ പറ്റില്ല. ശ്രീധരൻ കോളേജിലാണ്, ഹോസ്റ്റലിലാണ്. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ഗിരിയോടും കാണിക്കുന്നത്. തലതോർത്തി കൊടുക്കുകയും അങ്ങനെ ഒരു ചേച്ചീനെ. പിന്നകത്ത് മുകുന്ദൻ പറയുന്നുണ്ട് ആ പ്രായത്തിൽ, അതായത് ശ്രീധരനെ 12 വയസ്സ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചി കുളിപ്പിക്കുകയും ചോറ് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ആ പ്രായത്തിൽ ഗിരിനെയും കണ്ടിരുന്നെങ്കിൽ സുനന്ദ തീർച്ചയായും ഗിരിക്കും ചോറ് കൂട്ടി കൊടുത്തേനെ, കാലിൽ കിടത്തിയിട്ട് കുറുക്ക് കൊടുത്ത് അങ്ങനെ കൊടുത്തേനെ. പക്ഷേ ഒരുമിച്ച് താമസിച്ചപ്പോൾ ഗിരിക്ക് അങ്ങനെ ഒരു ഇഷ്ടം വരികയും ഗിരി അത് പറയുകയും ചെയ്യുമ്പോൾ ആദ്യം സുനന്ദ എതിർക്കുമെങ്കിലും പിന്നെ ശ്രീധരനും വീട്ടുകാരും എല്ലാവരും അച്ഛനൊക്കെ എതിർക്കുന്ന സമയത്ത് സുനന്ദയ്ക്ക് വാശിയായിട്ട് സുനന്ദ ഗിരിനെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഗിരിയിൽ നിന്നാണ് അങ്ങനെയാണ് അശോകൻ എന്ന് പറഞ്ഞ കുറ്റിയത്ത് അശോകൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗിരി ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾ ഒരിക്കലും വേറെ ഒരു കാര്യം വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അത് അദ്ദേഹം പറയുന്നുണ്ട്. ഗിരി പറയുന്നുണ്ട് ഞാൻ ആരും പറഞ്ഞിട്ടൊന്നുമല്ല കമ്മ്യൂണിസ്റ്റിൽ ചേർന്നത്, കമ്മ്യൂണിസ്റ്റ് ആയത്. അപ്പോൾ ഞാൻ എൻ്റെ മകനും അങ്ങനെ ആവും എന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദുഃഖം പറയുന്നുണ്ട്. കാരണം കൊറ്റിയത്ത് അശോകൻ പോയത് അമേരിക്കയിലേക്കാണ്. അത് ഇവരുടെ കടക്കവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണല്ലോ. അമേരിക്ക എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ അയാൾ അവിടെ MBAക്ക് പോവുകയാണ്. അയാൾക്ക് ഗ്രാൻഡ് കിട്ടി. അയാൾ സ്കോളർഷിപ്പോട് കൂടിയിട്ട് അവിടെ MBA പഠിക്കുകയാണ്. അപ്പോൾ അവിടെ MBA പഠിക്കുമ്പോൾ സുനന്ദ മകൻ എന്നത് സുനന്ദയ്ക്ക് ഭയങ്കര ജീവനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയി പഠിക്കുമ്പോൾ സുനന്ദ പറയുന്നുണ്ട് നീ എന്തിനാണ് അവിടെ പോയി പഠിക്കുന്നത്? അവിടെ ജോലി ചെയ്തിട്ടാണ് അശോകൻ പഠിക്കുന്നത്. അവിടെ പുല്ല് മൂവ് ചെയ്തിട്ടും പിന്നെ ബെയറായിട്ടൊക്കെ നിന്നിട്ടാണ് അശോകൻ പഠിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സുനിതയ്ക്ക് സങ്കടമാണ്. നിനക്ക് എന്തിനൊക്കെ? അപ്പോൾ അച്ഛൻ്റെ ഒരു പൈസ പോലും മേടിക്കാതെയാണ് അശോകൻ പഠിക്കുന്നത്. അങ്ങനെ അശോകൻ്റെ ജീവിതവും അശോകൻ ആദ്യം വേറൊരു പ്രവാസിയായിട്ടുള്ള വർഗീസ് കുറ്റിക്കാടനും അച്ചാമ്മ കുറ്റിക്കാടനുമായിട്ട് ഈ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെടുകയും അവളുടെ മകൾ ബിൻസി ആയിട്ട് അടുക്കുകയും. പക്ഷെ ബിൻസി തനി പച്ച അമേരിക്കക്കാരിയാണ്. മലയാളികളായ അച്ഛനും അമ്മയ്ക്കും ജനിച്ച അമേരിക്കക്കാരിയായ മകളാണ് ബിൻസി. അപ്പോൾ ബിൻസി പറയുന്നുണ്ട് നല്ല രീതിയിൽ നീ കിടക്കയിൽ പെർഫോം ചെയ്യുമെന്ന് അറിഞ്ഞതിന് മാത്രമേ നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പക്ഷേ അശോകൻ ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അമേരിക്കയിലേക്ക്. അയാൾ മലയാളി അല്ലാതാവുന്നില്ല. എവിടെ ചെന്നാലും മലയാളിത്വം അയാൾക്ക് ഭക്ഷണം, അതായത് വർഗീസ് കുറ്റിക്കാടൻ്റെയും അച്ചാമ്മ കുറ്റിക്കാടൻ്റെയും വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന മീൻകറിയും ഇറച്ചിക്കറിയും ആ നാടൻ ഭക്ഷണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുന്നത്. അപ്പം അങ്ങനെ ബിൻസിയുമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് പിരിയുമ്പോഴാണ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു ആളെ, പാപ്പിനിശ്ശേരിയിലുള്ള ശ്രീകുമാരനെയും അയാളുടെ സഹോദരി വിന്ദുജയും വരും. അപ്പോൾ വിന്ദുജയും അവിടെ അമേരിക്കയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും വിന്ദുജ ഒരു മുത്തപ്പൻ്റെ ആരാധികയായിട്ടുള്ള, മുത്തപ്പനെ പ്രാർത്ഥിക്കുന്ന, ഏത് കാര്യത്തിലും മുത്തപ്പനെ കൊണ്ട് നടക്കുന്ന ഒരു വിന്ദുജയാണ്. അങ്ങനെ വിന്ദുജയും അശോകനും വിവാഹിതരാവുകയും അവിടെ നിന്നാണ് രാഹുൽ എന്ന് പറഞ്ഞ ഒരു മകനുണ്ടാവുക. അപ്പം അങ്ങനെയാണ് അത്രയും തലമുറയുടെ കഥ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വീരാൻകുട്ടിയും കൊറ്റിയത്ത് കുമാരൻ്റെയും ബർമയിലത്തെ കാര്യം പറഞ്ഞു. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഗൾഫ്, അതായത് ദുബായിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് രാമനാഥൻ, നാഥൻ, അബൂട്ടി, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രം, സുധീരൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രം, സലയാലയിൽ, ദമാമിൽ, ദുബായിൽ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള കുറേ ഗൾഫുകാരുടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗൾഫുകാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്ങനെയാണ് ഗൾഫുകാരെ എൻ്റെ ദുഃഖങ്ങൾ പറയുന്നുണ്ട്. അതായത് ഏറ്റവും വലിയ ആഗ്രഹം, ഓരോ ഗൾഫുകാരൻ്റെയും ആഗ്രഹം ക്യൂ നിൽക്കാതെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നിരിക്കുന്നത്. കാരണം ഒരു വലിയൊരു ക്യാമ്പിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഊഴം വെച്ചിട്ടാണ്, വരി നിന്നിട്ടാണ് അത്. അപ്പോൾ അത് ഇന്നാൾ വേറൊരു സ്ഥലത്ത് വേറൊരു ലേഖനം വായിച്ചപ്പോൾ നമ്മളുടെ
നാട്ടിൽ ഒരു വീട് പണിയുമ്പോൾ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് വരാനുള്ള കാരണം പ്രവാസികൾ അവിടെ പോയിട്ട് ഇങ്ങനെ ടോയ്ലറ്റ് കിട്ടാതെ ക്യൂ നിൽക്കുന്നത് കൊണ്ടാണ്. അവർക്ക് സ്വന്തം വീട്ടിലെ സ്വന്തം നമ്മുടെ ബന്ധുക്കളായാലും വീട്ടുകാരായാലും സ്വന്തം ഫാമിലി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് അങ്ങനെ വന്നേ എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഈ പുസ്തകത്തിലുള്ളതല്ല, വേറൊരു വാചകം വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ ആ കഷ്ടപ്പാടുകൾ, ഒന്ന് കുളിക്കുക ആ ഒരു വെള്ളിയാഴ്ച, പിന്നെ അത് പറയുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് മീൻ കൂട്ടി ചോറുണ്ണാൻ പറ്റുന്നത്, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നല്ല നട്ടപ്പുറ വെയിലത്ത്, അപ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള മെറ്റലൊക്കെ വെച്ചിട്ട് പുറം മുളുക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കഥ. അപ്പോൾ അങ്ങനെ അവർ അത് പക്ഷേ നാട്ടുകാരറിയുന്നില്ല. വീട്ടിൽ വരുമ്പോൾ വലിയ വലിയ സിഗരറ്റും നല്ല അടിപൊളി വാച്ചും നല്ല പെർഫ്യൂമിൻ്റെ മണവും കാര്യങ്ങളൊക്കെ എല്ലാ നാട്ടുകാർക്കും ഗൾഫ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായി. ഏതൊരു മകനുണ്ടെങ്കിലും അങ്ങോട്ട് പോകണം. ഒരുപാട് പ്രണയങ്ങൾ പറയുന്നുണ്ട്. നാഥൻ്റെ പ്രണയം, നാഥനും രാധയുമായിട്ടുള്ള. അപ്പോൾ വേലിചാടി നാഥൻ എന്നാണ് അയാളുടെ കുറ്റപ്പേര്. അയാൾ കാമുകിയെ കാണാനായിട്ട് അമ്മ ഉറങ്ങുമ്പോഴൊക്കെ മതിൽ ചാടി ഇതായിട്ട്, പണ്ടത്തെ വീടിൻ്റെ മറ്റേ മരം കൊണ്ടുള്ള അഴികളാണ്, അതേ കൂടെ കൈയിട്ട് അയാളെ രാധയെ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് എഞ്ചിനീയർ വന്നാലും ഡോക്ടർ വന്നാലും നാഥനെ അല്ലാതെ വേറെ ആരും കഴിക്കില്ല. അങ്ങനെ നാഥൻ കാശുണ്ടാക്കി നാട്ടിൽ വരും, വലിയ വീടൊക്കെ പണിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നാഥൻ്റെ ഇതെന്ന് പറഞ്ഞ ഒരു ട്രാജഡി ആയിട്ട് മാറുന്നത്. നാഥൻ അറബിയുടെ വണ്ടി ഓടിക്കുന്ന, പച്ചക്കറി അങ്ങനെയൊക്കെ നോക്കുന്ന ആ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ വണ്ടി ഓടിച്ച് വഴിയിൽ വെച്ചിട്ട് ഒരു ഗദ്ദാമ പോലെ, അതായത് അവിടുത്തെ പണിക്കാരത്തിയായ ഒരു പെണ്ണിനെ വഴിയിൽ ഇരുട്ടിത്ത് അവൾ ഒളിച്ചോടി, അവളുടെ അർബാബിൻ്റെ അവിടെ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടുക. ഒരു എന്താണ് ശരീരം പോലും അവിടെ കൊടുക്കേണ്ട വന്നേല്, അതുപോലും വീട്ടുപണി എടുക്കണം, പിന്നെ ശരീരം പോലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇനി വയ്യ. അപ്പോൾ അങ്ങനെ ഉള്ളത്. അപ്പോൾ ഇവള് ഈ നാഥൻ എന്ത് ചെയ്യുന്നു, ഈ പെങ്കൊച്ചി. അപ്പോൾ ഇവൻ നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ നാട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ അത് അവർ രക്ഷിക്കും. പക്ഷേ ആ വഴിയിൽ വെച്ച് പോലീസ് പിടിച്ചാൽ അങ്ങനെ നാഥൻ ജയിലിലാവുകയും ചെയ്യും. കല്യാണത്തിന് നിശ്ചയത്തിന് വരെ നാഥൻ വന്നിട്ടുള്ളതാണ്. പിന്നെ അതങ്ങനെ ജയിലിലാവുകയാണ്. അപ്പോൾ അത്രയും ക്രൂരമായിട്ടുള്ള ജീവിതമാണ് ഈ പ്രവാസികൾ ജീവിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് നമ്മുടെ കേരളത്തിന് അതിന് ഒരുപാട് മാറ്റങ്ങൾ. അപ്പം അതിനകത്ത് അതിനൊരു ഉദാഹരണമായിട്ട് മുകുന്ദൻ പറഞ്ഞു വയ്ക്കുന്ന, ആരോ ചോദിക്കുമ്പോൾ നല്ലതല്ലേ 2 നില വീട് വയ്ക്കുക കാർ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട് എന്ത് നല്ലതാണെന്നാ പറയണേ. ഇപ്പം അവർ സ്ഥലം മേടിച്ച് ഇതാക്കി, ഭൂമിയുടെ റേറ്റൊക്കെ വളരെ കൂടി. ഇപ്പം ഗൾഫിലല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് വയ്ക്കണമെങ്കിൽ പറ്റില്ല എന്നുള്ളത്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഭൂമൊക്കെ ഉണ്ടായതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് ഇതിനകത്ത് മുഴുവൻ പറയുന്നത്, നമ്മളുടെ പ്രവാസത്തിൻ്റെ കാര്യം. ഇത് വായിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ട് ഇങ്ങനെ വായിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളൊന്നും നമുക്ക് കഥകളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഓർമ്മയുണ്ടാവും. നമുക്ക് അവരെന്താ ചെയ്തത്, എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത്, അവരുടെ ദുഃഖങ്ങൾ എന്താണെന്നൊക്കെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബീരാൻകുട്ടിയുടെ കഥ തുടക്കത്തിൽ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ബീരാൻകുട്ടിയുടെയും കതീശയുടെയും കുമാരൻ്റെയും കഥ അവസാനം വരെയും മുകുന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ. ഇതിനകത്ത് പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഒക്കെ കഥയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മുകുന്ദൻ ഈശ്വര, അതായത് എന്ത് ചെയ്യണമെന്നല്ല. ഇപ്പം നാഥൻ്റെ കഥയാണ് പറയുന്നത്, നാഥന് രാധയുടെയും കഥയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് മുകുന്ദനെ കൂടെ സുധീരനും ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്ത് ചെയ്യുമായിരിക്കും ഈശ്വര എന്ന് പറയാം. അങ്ങനെ ഈശ്വര വിളി ഇതിനകത്ത് ഒരുപാട് മുകുന്ദൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കഥ എഴുതിയിരിക്കുന്നത് SK പൊറ്റക്കാട്, ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടാണ് ഇതിൻ്റെ കഥ ആദ്യം. സഞ്ചാര സാഹിത്യത്തിലൂടെ മലയാളത്തിന് ഒരുപാട് കഥ പറഞ്ഞിട്ട് തന്നിട്ടുള്ള, ഒരുപാട് നാടുകളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ശങ്കരൻകുട്ടിയേട്ട എന്നാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ശങ്കരൻകുട്ടിയേട്ടനാണ് ഈ കഥ പറഞ്ഞത്, SK പൊറ്റക്കാട്. പക്ഷേ അങ്ങനെ പറഞ്ഞ് പകുതി എത്തിയപ്പോൾ അത് അദ്ദേഹം മരിക്കുന്ന സീനാണ്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് ശരിക്കും വെള്ളം വരും, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വാർത്ത. അത് കഴിഞ്ഞിട്ടാണ് മനിയമ്പത്ത് മുകുന്ദൻ എന്ന മുകുന്ദൻ ഈ കഥയുടെ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 3 കഥാപാത്രങ്ങളാണ്. 3 കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മിച്ചിലോട്ട് മാധവൻ, അതായത് കൊള്ളോത്ത് സുനന്ദ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരാളാണ് മിച്ചിലോട്ട് മാധവൻ. ഫ്രാൻസിൽ പഠിക്കാൻ പോയിട്ട് അവിടെ വെച്ച് നാസി പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിക്കുകയാണ്. അങ്ങനെയാണ് ഗിരി പ്രവാസിയാവുന്നത്. ഗിരി സുനന്ദയ്ക്ക് പ്രോമിസ് ചെയ്തിരുന്നു, നിന്നെ
നിന്നെ കല്യാണം കഴിക്കുമ്പോൾ അവിടെ കൊണ്ടുപോകാം എന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഗിരി പ്രവാസിയാവുന്നത്. പിന്നെ ഗിരി കണ്ണ് ശരിയാക്കാനായിട്ട് മോസ്കോയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് കഥ പോകുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ, ഉറൂബ്, തിക്കോടിയൻ, പിന്നെ ഫ്രാൻസിലെ സാർത്ര, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ നിറഞ്ഞ് സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരു നല്ല കാലവും ഒരു നല്ല കഥയും ഒക്കെ വായിക്കുന്ന രീതിയിൽ നമുക്കിത് വായിച്ച് സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. നമുക്കിത് വായിക്കും തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു നോവലാണ് പ്രവാസം. നിങ്ങളെല്ലാവരും വായിക്കുക. ഇത് 5 മുഖചിത്രമായിട്ട് ഇറക്കിയതാണെന്ന് ഞാൻ അതിൻ്റെ തുടക്കത്തിൽ മുഖക്കുറിപ്പിൽ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇന്നത്തെ പുതുതലമുറ അടക്കം ഇതെടുത്ത് വായിക്കണം. നമ്മളുടെ ജീവിതം എങ്ങനെയാണ് ഇന്ന് 2025 ഇങ്ങനെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നോവൽ വളരെ ഒരു ആപ്റ്റായിട്ടുള്ളൊരു പുസ്തകമാണ്. അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.